Hi friends, welcome to Crucial. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് 6 വിക്കറ്റിന് ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ടീമാണ്. പക്ഷേ ഈ മത്സരം തോറ്റതോടുകൂടി അവർ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് 180 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ലക്നൗ സൂപ്പർ ജയൻസ് 19.3 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ടുകൊണ്ട് ആ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് നേടിയ LSGയുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋഷഭ് പന്ത് ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ആ തീരുമാനം തെറ്റായി പോയി എന്നുള്ള രീതിയിലായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഓപ്പണർമാരുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു തുടക്കം നൽകാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു. ആദ്യത്തെ 6 ഓവർ, അതായത് പവർ പ്ലേ പിന്നിടുന്ന സമയത്ത് 54 റൺസിന് വിക്കറ്റ് നഷ്ടമൊന്നും ഇല്ലാത്ത സ്ഥിതിയിലായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ്. പക്ഷേ പിന്നീട് അവിടെ നിന്നും നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് നമ്മൾ കണ്ടത്. 12 ഓവർ പിന്നിടുമ്പോൾ 120 റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക്, അതായത് 10 റൺസ് ശരാശരിയിൽ നല്ല ഒരു മികച്ച തുടക്കം നൽകാനായിട്ട് ഗുജറാത്തിന്റെ ഓപ്പണർമാർക്ക് സാധിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ നിന്നിട്ടാണ് ആദ്യത്തെ വിക്കറ്റ്, ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടതോടുകൂടി അവർ ഒരു ബാക്ക് ഫുട്ടിലേക്ക് ആവുകയും പിന്നെ റെഗുലർ ആയിട്ടുള്ള ഇന്റർവെല്ലുകളിൽ വിക്കറ്റ് നഷ്ടപ്പെടുകയും അവസാനത്തെ 8 ഓവറിൽ വലിയ റൺസ് കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കാതെ പോവുകയും ചെയ്തു. അവസാനത്തെ 8 ഓവറിൽ വെറും 60 റൺസ് മാത്രമാണ് അവർക്ക് നേടാനായിട്ട് സാധിച്ചത്. ഞാൻ പറഞ്ഞു 12 ഓവറിൽ 120 റൺസാണ് നേടിയത്. 10 വിക്കറ്റുകളും കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ 8 ഓവറുകളിൽ, അവസാനത്തെ 8 ഓവറുകളിൽ 60 റൺസ്, അതായത് 48 ബോളുകളിൽ 60 റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോർ അല്ല. ഡെഫിനറ്റ് ആയിട്ടും ഒരു 200 റൺസിന് മുകളിലേക്ക് സ്കോർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഈ ഒരു പിച്ചിന്റെ കണ്ടീഷൻ പറയുന്ന സമയത്ത് ഇത് കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചാണ് ഏകനാഥ് സ്റ്റേഡിയത്തിലേത് എന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും. ഒന്നാമത് ഇതൊരു ഡേ മാച്ചാണ്. ആ ഡേ മാച്ചിൽ കുറച്ചും കൂടെ വിക്കറ്റ് പിടിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഋഷഭ് പന്ത് ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ ന്യൂ ബോളിന്റെ ഒരു ഷൈൻ ഉള്ള സമയത്ത് ഒരുപാട് റൺസുകൾ ബാറ്റർമാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു മത്സരത്തിൽ, ആ ഒരു ഇന്നിങ്സ് കഴിഞ്ഞ ശേഷം സായ് സുദർശൻ അദ്ദേഹത്തിന്റെ ഒരു കമന്റ്സിൽ അദ്ദേഹം പറഞ്ഞതും അത് തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ആ ന്യൂ ബോളിൽ മാക്സിമം റണ്ണ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സ്ട്രാറ്റജി. ഞാനും ശുഭ്മാൻ ഗില്ലും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം അവസാനത്തെ ഒരു 8 ഓവറിലേക്ക് അല്ലെങ്കിൽ ഒരു 7 ഓവറിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ബോളിന്റെ ഷൈൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റൺസ് നേടുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടുപേരും ഒരു അർദ്ധ സെഞ്ചുറി നേടി നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് രണ്ടുപേർക്കും സാധിക്കുകയും ചെയ്തു. ആ ഒരു പ്രകടനമാണ് 180 എന്ന് പറയുന്ന സ്കോറിലേക്കെങ്കിലും അവരെ എത്തിച്ചത്. കാരണം പിന്നീട് വന്ന ബാറ്റർമാർക്ക് ആർക്കും തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. 20ൽ കൂടുതൽ റൺസ് നേടിയത് പിന്നെ റൂദർഫോർഡ് മാത്രമാണ്. ജോസ് ബട്ട്ലറുടെ വിക്കറ്റൊക്കെ വളരെ പെട്ടെന്ന് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവരെ പിന്നോട്ടടിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ബോളിങ്ങിനെ നമ്മൾ തുടക്കം തൊട്ട് അവരുടെ പല താരങ്ങളും പരിക്കിന്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും പക്ഷേ ഈ ടൂർണമെന്റിൽ ഉടനീളം നല്ല ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ഒരു പ്രിവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്ന് നല്ല പ്രകടനങ്ങൾ അവരുടെ ബൗളർമാർ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അവരുടെ ബൗളർമാരുടെ ഒരു പ്രകടനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഷാർദുൽ താക്കൂർ 4 ഓവറിൽ 32 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 വിക്കറ്റുകൾ കരസ്ഥമാക്കി. അവസാനത്തെ ഓവറിലാണ് അദ്ദേഹം ആ ഒരു 2 വിക്കറ്റുകൾ നേടിയത് എന്നുള്ളതുണ്ട്. ദിഗ്വേഷ് രതി എപ്പോഴത്തെയും പോലെ 4 ഓവറിൽ 30 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 1 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. അവേഷ് ഖാൻ 4 ഓവറിൽ 32 റൺസിന് 1 വിക്കറ്റ് നേടി. അദ്ദേഹമാണ് 120 റൺസിൽ ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് നേടുകയും ഒരു ബ്രേക്ക് ത്രൂ ലക്നൗ സൂപ്പർ ജയൻസിന് സമ്മാനിക്കുകയും ചെയ്തത്. ഈ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൗളിംഗ് പ്രകടനം എന്ന് പറയുന്നത് രവി ബിഷ്ണോയുടെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രവി ബിഷ്ണോയ്ക്ക് നല്ലൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ മത്സരത്തിൽ നല്ലൊരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു. 4 ഓവറിൽ 36 റൺസ് വഴങ്ങി അദ്ദേഹം 2 വിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. നല്ല ഒരു ബൗളിംഗ് പ്രകടനം LSGയുടെ ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ടാണ് 180 എന്ന് പറയുന്ന ഒരു സ്കോറിൽ അവരെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചത്. ഒപ്പം തന്നെ ആ ഒരു പിച്ചിന്റെ കണ്ടീഷനിൽ അല്ലെങ്കിൽ ബോൾ ഓൾഡ് ആയി കഴിയുമ്പോൾ റൺസ് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടും അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളതാണ്. തിരിച്ച് ബാറ്റിംഗിലേക്ക് എത്തിയ LSGയെ സംബന്ധിച്ചിടത്തോളം ഇതേ ഒരു ഫോർമുല തന്നെയായിരിക്കും അവരുടെയും മനസ്സിലുണ്ടാവുക. കാരണം ഇതുപോലെയുള്ള ഒരു സ്റ്റിക്കി വിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പവർ പ്ലേയിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഓവറുകളിൽ മാക്സിമം റൺസ് കണ്ടെത്തുക എന്നുള്ളതാണ് അവരും ചെയ്യാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവരുടെ ടീമിലാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ മിച്ചൽ മാർഷ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത് എയ്ഡൻ മാർക്രമും ഋഷഭ് പന്തുമാണ്. ഋഷഭ് പന്ത് ടൂർണമെന്റിലുടനീളം നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഒരു നല്ല തുടക്കം LSGക്ക് നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. 28 റൺസ് മാത്രമേ അദ്ദേഹം നേടിയുള്ളൂ എങ്കിലും നല്ല ഒരു തുടക്കമായിരുന്നു അവരുടേത്. പവർ പ്ലേയിൽ 60ൽ കൂടുതൽ റൺസ് നേടാനായിട്ട് അവർക്ക് സാധിച്ചു.
സാധിച്ചു എന്നുള്ളതാണ്. എയ്ഡൻ മാർക്ക കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. ഈ ഒരു മത്സരത്തിലും ഒരു അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ്. ഋഷഭ് പന്ത് ഔട്ടായതിനു ശേഷം വന്ന നിക്കലസ് പൂരൻ ഈ ടൂർണമെന്റിലെ ഒരു താരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അദ്ദേഹത്തിനെ. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റിക്കി വിക്കറ്റ് ആണോ അല്ലെങ്കിൽ ടേണിംഗ് ട്രാക്ക് ആണോ ഇതൊന്നും പ്രശ്നമല്ല എന്ന് തോന്നുന്നു. കാരണം ഈ സ്റ്റിക്കി വിക്കറ്റ് അല്ലെങ്കിൽ കുറച്ചൊന്ന് ഗ്രിപ്പി ആയിട്ടുള്ള വിക്കറ്റ് ആണെങ്കിൽ എസ്പെഷ്യലി ഫാസ്റ്റ് ബോളർമാർ ഒരുപാട് സ്ലോവറുകൾ ബൗൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പല ബോളർമാരും സ്ലോവറുകളിലാണ് ഈ ബാറ്റർമാരെ കുഴപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടു മുഹമ്മദ് സിറാജ് ഒക്കെ എറിയുന്ന സ്ലോവറുകൾ വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം പിക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ബാറ്റിന്റെ സ്വിംഗ് എന്ന് പറയുന്നത് അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്വിംഗ് ആണ്. അദ്ദേഹം ഒരു 60 റൺസിൽ കൂടുതൽ നേടി വളരെ ഈസി ആയിട്ട് LSG ആ ഒരു ടോട്ടലിന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് നിക്കലസ് പൂരനാണ്. എന്നിട്ടും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും 11 ഓവർ പിന്നിടുമ്പോഴേക്കും 123 റൺസ് എന്ന് പറയുന്ന നല്ലൊരു സ്കോറിലേക്ക് LSG എത്തുകയും ചെയ്തിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു ഗുജറാത്ത് ടൈറ്റൻസ് 12 ഓവറിൽ 120 ആയിരുന്നെങ്കിൽ LSG 11 ഓവറിൽ 123 എത്തി. അപ്പോൾ 9 ഓവറുകൾ ബാക്കിയുണ്ടായിരുന്നു. എന്നിട്ടും 19.3 ഓവറിലാണ് LSGക്ക് ഈ മത്സരം ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഒരു ബോളിന്റെ ഒരു ഷൈൻ നഷ്ടപ്പെടുമ്പോൾ റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എന്നുള്ളത്. ഇന്ന് നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി അവർക്ക് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് മുഹമ്മദ് സിറാജ് ആണ്. മുഹമ്മദ് സിറാജ് ഇതിനു മുമ്പുള്ള മത്സരമല്ല, അതിനു മുമ്പുള്ള 2 മത്സരങ്ങളിൽ അദ്ദേഹം 4 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരുന്നു. 2 മത്സരത്തിലും 4 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഓഫ് കളറായി പോയി. അദ്ദേഹം 4 ഓവറിൽ 50-ൽ കൂടുതൽ റൺസ് അദ്ദേഹം വഴങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ടൂർണമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു സീസണിലെ ഒരു പ്രധാനപ്പെട്ട പെർഫോമർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആയിട്ടുള്ള സായ് കിഷോർ ഈ ഒരു മത്സരത്തിൽ നിറം മങ്ങിപ്പോയി. 1.3 ഓവേഴ്സ് മാത്രം അദ്ദേഹത്തിന് ബോൾ ചെയ്യാനായിട്ട് സാധിച്ചു. 9 ബോളുകളിൽ അദ്ദേഹത്തിന്റെ 9 ബോളുകളിൽ ഏകദേശം 30-ൽ കൂടുതൽ റൺസ്, എനിക്ക് 33-35 റൺസ് നേടാനായിട്ട് LSGയുടെ ബാറ്റർമാർക്ക് സാധിക്കുകയും ചെയ്തു. അദ്ദേഹം എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ നിക്കലസ് പൂരൻ 24 റൺസുകളാണ് നേടിയത്. അതിൽ 3 സിക്സറുകളും ഒരു ബൗണ്ടറിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ഒരു ട്രംപ് കാർഡായിട്ടുള്ള ഒരു ബൗളറിനെ തന്നെ ഇതുപോലെ പണിഷ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ബൗളർമാർക്ക് ഒന്നും തന്നെ വലിയ പ്രകടനങ്ങളായിട്ട് കാഴ്ചവെക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ തന്നെ ആക്രമിച്ച് കളിക്കുക എന്നുള്ളൊരു ശൈലിയാണ് അവർ അവലംബിക്കുന്നത്. നിക്കലസ് പൂരൻ ഔട്ടായതിനു ശേഷം ബാറ്റിംഗിലേക്ക് വന്ന ആയുഷ് ബദോനി ആ റൺ റേറ്റിൽ കോട്ടം തട്ടാതെ ആ റൺ റേറ്റ് നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. അതൊരു ക്രൂഷ്യൽ ടൈമിലാണ് ആ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തത്. ഏതായാലും LSGയെ സംബന്ധിച്ചിടത്തോളം അവർ 6 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിൽ 4 മത്സരങ്ങളിൽ അവർ വിജയിച്ചിരിക്കുന്നു. 2 മത്സരങ്ങളിലാണ് അവർ പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 8 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ അവരിപ്പോൾ 3-ാം സ്ഥാനത്താണ്. ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവരും 6 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിൽ 4 മത്സരങ്ങൾ അവർ വിജയിച്ചിരിക്കുന്നു, 2 മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർ ഈ ഒരു പോയിന്റ് ടേബിളിലെ 2-ാമത്തെ പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഏതായാലും നല്ല ഒരു പ്രകടനമായിരുന്നു LSGയുടെ ഭാഗത്ത് നിന്ന് വന്നത്. തുടക്കത്തിൽ എല്ലാവരും എഴുതി തള്ളിയ ഒരു ടീമായിരുന്നു LSG. പക്ഷേ മികച്ച പ്രകടനങ്ങളിലൂടെ അല്ലെങ്കിൽ മികച്ച സ്ട്രാറ്റജികളിലൂടെ പ്ലാനിങ്ങുകളിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് LSGക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് LSGക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.